ഹലോ, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അങ്ങനെ രാവിലെ സ്കൂളൊക്കെ ഉള്ളതുകൊണ്ട് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി. അപ്പോൾ ഇന്ന് ഇഡലിയും കുറുമക്കറിയാണ്. അപ്പോൾ അത് തന്നെയാണ് വർഷിക്കുട്ടിക്ക് ഇന്ന് സ്കൂളിൽ കൊടുത്തു വിട്ടത്. ഇനി ഉച്ചയ്ക്ക് ഇനി എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കണം. അപ്പോൾ ഏട്ടൻ ഇന്ന് വർക്ക് ഫ്രം ഹോമാണ്. അപ്പോൾ ഏട്ടനുള്ള ദിവസങ്ങളിലാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ സാധാരണ നാടൻ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. അല്ലാത്ത ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി റൈസൊക്കെ ഉണ്ടാക്കും. കോക്കനട്ട് റൈസ് അല്ലെങ്കിൽ ലെമൺ റൈസ്, കേഡ് റൈസ്, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ആദ്യം നമുക്ക് മീൻകറി ഉണ്ടാക്കാം. അതുകൊണ്ട് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങ അരച്ചിട്ടുള്ള മീൻകറിയാണ്. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മീൻകറിയാണ്. അപ്പം ഞാൻ തേങ്ങ ഒരു മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി വേണം. പിന്നെ വേണ്ടത് ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാൻ എടുക്കുന്നുണ്ട്, എരിവുള്ള മുളക് പൊടി. പിന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. പിന്നെ നമുക്ക് കളറിന് വേണമെങ്കിൽ കാശ്മീരി ചില്ലി പൗഡറും കൂടെ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 10-12 കുരുമുളക് വേണം. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ചുമന്നുള്ളി, പിന്നെ കറിവേപ്പില. ഇതെല്ലാം കൂടെ മിക്സഡ് ജാറിലിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ. നല്ല മഷി പോലെ അരയ്ക്കാന്നൊക്കെ പറയത്തില്ല, അതുപോലെ അരച്ചെടുക്കുക. അങ്ങനെ കുറേ നാളിന് ശേഷം മൺചട്ടിയിലാണ് മീൻകറി വെക്കാൻ പോകുന്നത്. ഇത് കഴിഞ്ഞ ദിവസം ഇവിടെ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഏട്ടൻ വാങ്ങിക്കൊണ്ട് വന്നതാണ്. ഇവിടെ വന്നതിന് ശേഷം സാധാരണ സ്റ്റീലിൻ്റെ നമ്മുടെ ഇതുണ്ടല്ലോ, കടായിലാണ് വെച്ചുകൊണ്ടിരുന്നത്. ഇപ്പം മൺചട്ടി കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം. എന്തൊക്കെ പറഞ്ഞാലും മീൻകറി ആ ഒരു ചട്ടിയിൽ വെക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണല്ലോ. അപ്പോൾ ഞാൻ അരപ്പിനെ ഈ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയും പോകുന്നത് പുളിയാണ്. കുടംപുളി വേണമെങ്കിലും ഉപയോഗിക്കാം. ഇപ്പോൾ പക്ഷേ ഞാൻ വാളംപുളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ അതിലേക്ക് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റവ് ഓൺ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് വേണം നമുക്കിതിലേക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാൻ. അപ്പം ഗ്രേവി എത്ര വേണോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ മീൻകറിയിലേക്ക് ഞാൻ 1-2 പച്ചമുളക് ഒന്ന് കീറിയിടുന്നുണ്ട്. നമ്മുടെ കയ്യിൽ മുരിങ്ങയ്ക്ക ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ പുളി കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാമേ. പക്ഷേ ഞാനിപ്പോൾ തക്കാളി ചേർക്കുന്നില്ല, ഓൾറെഡി നല്ല പുളിയുണ്ട്, അതുകൊണ്ട് ഞാനത് ചേർത്തിട്ടില്ല. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്ന മീൻ ഇന്ന് ചൂരയാണ് കേട്ടോ. നമുക്ക് ഏത് മീൻ വേണമെങ്കിലും ഇതുപോലെ ചെയ്യാം. ഈ ഒരു കറി ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഇനി വേറെ കറിയൊന്നും ചോറിന് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഈ മീൻകറി ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഇതിനെ ഒന്ന് അടച്ച് വെച്ചിട്ട് സിമ്മിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി വേറെ എന്തെങ്കിലും ഒരു കൂട്ടാനോട് ഉണ്ടാക്കണം. അപ്പോൾ ഫ്രിഡ്ജ് തുറന്നപ്പോൾ മുരിങ്ങയില ഇരിപ്പുണ്ടായിരുന്നു. വീണ്ടും വാങ്ങിയതാണ് കേട്ടോ. അന്നത്തെ തീർന്നു. കുറച്ച് ദിവസം കൊണ്ട് മുരിങ്ങയിലയാണ് ഇപ്പോൾ ഇവിടെ കൂടുതലും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മുരിഞ്ഞ് വരണേ. എന്നിട്ട് നമുക്ക് മുരിങ്ങയില ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ തേങ്ങ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ഗാർലിക്കും കൂടി ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ട് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് കഴിയുമ്പോൾ നമ്മുടെ തോരൻ റെഡിയാവും. ഞാൻ അന്ന് വേറൊരു വീഡിയോയിൽ വേറൊരു ടൈപ്പിലാണ് മുരിങ്ങയില തോരൻ കാണിച്ചത്. ഇപ്രാവശ്യം വേറൊരു ടൈപ്പിലും. നമുക്കിങ്ങനെ മാറ്റങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാലല്ലേ ഒരു ഇത് തോന്നത്തില്ല. ഒരേ ടേസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടത്തില്ലല്ലോ. അപ്പോൾ അതിനിടയിൽ നമ്മുടെ മീൻകറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പും പുളിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് ഞാൻ കുറച്ച് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മീൻ നന്നായിട്ട് വെന്തതിന് ശേഷം പിന്നെ സ്പൂണിട്ട് ഇങ്ങനെ ഇളക്കണ്ട, ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. അവസാനം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ വേണമെങ്കിൽ ഇട്ട് കൊടുത്തോളൂ. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ നല്ല സെറ്റായിട്ടിരിക്കും. നല്ല അടിപൊളി മീൻ കറിയാണ് കേട്ടോ. ഏട്ടൻ വെളിയിൽ പോയപ്പോൾ ഇപ്പം വാങ്ങിക്കൊണ്ട് വന്നതാണ് ഈ ഒരു ഡസ്റ്റ്ബിൻ. ഇവിടെ ഓരോ ആഴ്ചയിലും ഓരോ ടൈപ്പ് വേസ്റ്റാണ് വെക്കേണ്ടത്. വെളിയിൽ വേറെ ഡസ്റ്റ്ബിൻ ഉണ്ട്, കൗൺസിലിൽ നിന്ന് തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മൾ അകത്ത് വെക്കാൻ വേണ്ടി മേടിച്ചതാണ്. ഇതിൽ നമുക്ക് പ്ലാസ്റ്റിക്, അതുപോലെ തന്നെ പാലിൻ്റെയൊക്കെ കുപ്പി, അതൊക്കെ ഇടണം. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ വെളിയിൽ കൊണ്ടുകൊണ്ട് സെപ്പറേറ്റ് ചെയ്ത് ഇടുകയും വേണം. അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ വെളിയിൽ കൊണ്ടുപോയി ഇടാൻ പറ്റാത്തത് കൊണ്ട് അകത്ത് മേടിച്ചത്. അപ്പോൾ നേരത്തെ നമ്മളൊരു കവറിലാണ് ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ എന്നും വിചാരിക്കും മേടിക്കണമെന്ന്, പക്ഷേ ഈ ഒരു സൈസിൽ നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ചേട്ടൻ വെളിയിൽ പോയപ്പോൾ പെട്ടെന്ന് ആർട്ടയിൽ കണ്ടപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഞാൻ അതാ പറഞ്ഞത്, ഞാൻ ഐശ്വര്യമായിട്ട് ഡസ്റ്റ്ബിന്നിൽ കുപ്പയിട്ട് ഉദ്ഘാടനം ചെയ്യുകയാണെന്ന്. അപ്പോൾ ഇതിൻ്റെ പേരാണ് ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നിയത്. മൊട എന്നാണ് ഇതിൻ്റെ ഒരു പേര്. അതിനാണ് ഞങ്ങൾ രണ്ടുകൊണ്ടിരുന്ന് ചിരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അത് ഉദ്ഘാടിച്ചൊക്കെ കഴിഞ്ഞു. അപ്പം ഞാൻ ഫിഷ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഫ്രൈ ചെയ്യണം. അങ്ങനെ ഇന്നത്തെ ഉച്ചക്കത്തെ ലഞ്ച് ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കുന്നൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിന് ശേഷം കുറച്ച് നേരം ഞങ്ങൾ വെളിയിൽ പോയിരുന്നു, ഇങ്ങനെ വെയിലൊക്കെ കൊണ്ടുകൊണ്ടിരുന്നു. കുറേ ദിവസമായി എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഉണ്ടാക്കിയിട്ട്. അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചൊരു കേക്ക് ഉണ്ടാക്കാമെന്ന്. അപ്പം പഴം എടുത്തിട്ടുണ്ട്. 2 റോബസ്റ്റ പഴമാണ് എടുത്തേക്കുന്നത്. ഏത് പഴം വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് അതിലേക്ക് 2 മുട്ട ചേർക്കുന്നുണ്ട്. പിന്നെ ഈ മുട്ടയുടെ ഒരു സ്മെല്ലൊക്കെ പോകാൻ വേണ്ടി കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്താലും മതി, അല്ലെങ്കിൽ പട്ട പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ഒരു 1/4 കപ്പ് ബട്ടർ. ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഓയിൽ ചേർത്താലും മതി.
എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. പിന്നെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്തത്. പിന്നെ ഓട്സ് പൊടിച്ചത് അതൊരു 1.5 കപ്പ് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ബേക്കിംഗ് ട്രേ എടുക്കുക. ഞാൻ ഇതിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് നമ്മുടെ മൈദപ്പൊടി ഒന്ന് ഡസ്റ്റ് ചെയ്താലും മതി. അതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ബേക്ക് ചെയ്യാം. ഞാൻ ഓവനിൽ വെച്ചിട്ട് ഒരു 35 മിനിറ്റ്സാണ് ബേക്ക് ചെയ്തെടുത്തത്. കാരണം സ്റ്റൗ ടോപ്പിൽ വെച്ച് നമ്മൾ ബേക്ക് ചെയ്യുമല്ലോ, അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ തണുത്തതിന് ശേഷം നമുക്ക് ഇതിന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പക്ഷേ ഇവിടെ വിമാനം സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് തന്നെ കൊണ്ടുപോയി മുറിച്ച് കൊടുക്കാം. അവരെന്ത് പറയുന്നത് നോക്കാം. ടേസ്റ്റ് എന്ത് വെച്ചാന്ന് പറയാമോ ഉണ്ടാക്കിയത്? ബനാന ഉണ്ട്. ഓക്കെ, വേറെ എന്തെങ്കിലും ഒരു ഇൻഗ്രീഡിയൻറ്റ് പറ. അല്ല, ഓട്സ്. കൊള്ളാം അല്ലേ? ഇന്നത്തെ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ? അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. പിന്നെ കമൻറ്റ് ചെയ്യണം.